ഡയമെൻഷൻസിന്റെ പ്രധാനപ്പെട്ട യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 3 യൂസാണ് ഡയമെൻഷൻസിന് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ യൂസ് ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ യൂസിലേക്കാണ്. യൂസ് നമ്പർ 2 എന്താണ്? ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. യൂസ് നമ്പർ 2, യൂസ് രണ്ടാമത്തത് ഏതാണ്? ടു derive the relationship between physical quantities. Derive the relationship. ഫിസിക്കൽ ക്വാണ്ടിറ്റി തമ്മിലുള്ള റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ആ യൂസിലേക്ക് നമ്മൾ പോകണം. അത് നമ്മൾ ഇക്വേഷൻ വഴി ഒരു എക്സാമ്പിൾ വഴി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒരു എക്സാമ്പിൾ വഴി ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് 3 ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഞാനിങ്ങനെ പറയാണ്, ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദി പെൻഡുലം, മാസ് ഓഫ് ദി ബോബ്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ പീരീഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദി പെൻഡുലം, മാസ് ഓഫ് ദി ബോബ്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ പീരീഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലായി കാണില്ല തോന്നുന്നു. മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടെ പറയാം, മലയാളത്തിൽ പറയാം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് 3 ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1 ലെങ്ത് ഓഫ് ദി പെൻഡുലം, 2 മാസ് ഓഫ് ദി ബോബ്, 3 ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എങ്കിൽ പീരീഡിന്റെ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. സിമ്പിൾ പെൻഡുലം നിങ്ങൾ കൊച്ചു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു കല്ല് നമ്മൾ ചരലിൽ കെട്ടി തൂക്കിയിട്ടിട്ട് ആട്ടിയാൽ ഊഞ്ഞാലാട്ടം പോലെ ആട്ടുന്നതാണ് സിമ്പിൾ പെൻഡുലം. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് എന്താണ് പീരീഡ്? വാട്ട് ഈസ് ടൈം പീരീഡ്? പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷന് വേണ്ടി വരുന്ന സമയമാണ് പീരീഡ്. ടൈം ഫോർ വൺ ഓസിലേഷൻ, അതാണ് പീരീഡ്. ടൈം ഫോർ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷന് വേണ്ടിയുള്ള സമയമാണ് പീരീഡ്. അപ്പൊ പീരീഡ് എന്ന് വെച്ചാൽ ടൈം ആണല്ലോ. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആരേക്കാ? 1 ലെങ്ത് ഓഫ് ദി പെൻഡുലം, ലെങ്ത്. 2 മാസ് ഓഫ് ദി ബോബ്, അതിന്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് ബോബ്. ആ ബോബിന്റെ മാസിനെയും. 3 ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ഇവിടെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് മേ ഡിപ്പെൻഡ്സ് ആണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാം. ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ എല്ലിന് പവർ വരും. അപ്പൊ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലോ പവർ വരത്തില്ല. അപ്പൊ പവർ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ മാസ് ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാം, ചിലപ്പോൾ 1 പ്രാവശ്യമായിരിക്കും. അപ്പൊ എംറേസ് 1 ആയിരിക്കും. അപ്പൊ 2 പ്രാവശ്യം ആണെങ്കിലോ എംറേസ് 2 ആയിരിക്കും. അപ്പൊ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഏത് ക്വാണ്ടിറ്റിയാണോ ഡിറൈവ് ചെയ്യേണ്ടത്, ആ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തേക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ ആ ഫാക്ടേഴ്സിന് ഒരു പവർ നിങ്ങൾ വെറുതെ അസ്യൂം ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാൻ പോവാണ്. കൺസിഡർ ദ ഇക്വേഷൻ. ഇൻ ദ ഫോം. ഈ ഫോമിൽ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ടൈം പീരീഡിലെ ടി അല്ലേ? ടി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ലെങ്ത്, മാസ്, ഗ്രാവിറ്റി ആണല്ലോ. ടി പ്രൊപ്പോർഷണൽ ടു അനുപാതം L റൈസ് ടു എക്സ്, അല്ലെങ്കിൽ എക്സ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ബൈ എ കൊടുത്താലും മതി. ശരി, L റൈസ് ടു എ കൊടുക്കാം.
L raised to A, M raised to B, വേറൊരു പവർ B, ആൻഡ് G raised to Z. അപ്പൊ ഏത് ക്വാണ്ടിറ്റി ആണോ ഡിറൈവ് ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റി പ്രൊപ്പോർഷണൽ ടു ആ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റികൾ റൈസ് ടു പവർ ABC. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ G ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു, അവിടെ K എന്ന കോൺസ്റ്റന്റ് സ്ഥിരാങ്കത്തിന് ഡയമെൻഷൻ ഇല്ല. ഡയമെൻഷൻ ഇല്ലാത്ത സ്ഥിരാങ്കം നമ്മൾ K എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്. K L raised to A, M raised to B and G raised to Z. ഇത്ര എഴുതാമല്ലോ. അപ്പൊ ഇത്ര എഴുതാം. G ഈക്വൽ ടു K ഇൻറ്റു L raised to A, M raised to B and G raised to Z. സംശയമില്ല. ഇനി ഓരോന്നിനും ഡയമെൻഷൻ അറിയാമോ നോക്കുക. ഡയമെൻഷൻ ഓഫ് T എത്രയാണ്? അപ്പൊ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഡയമെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡയമെൻഷൻ എല്ലാത്തിന്റെ അറിയാമോ? ടൈമിന്റെ ഡയമെൻഷൻ എത്രയാ? ടൈം T raised to 1, ലെങ്ത് L raised to 1, മാസ് M raised to 1 ആണല്ലോ. ആക്സിലേഷൻ L T raised to -2. ഇത്ര അറിയാമല്ലോ. ബട്ട് നമ്മൾ പ്രത്യേകം എഴുതണ്ടല്ലോ. അപ്പൊ അടുത്ത ലൈനിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്. ഡയമെൻഷൻസ് ഓൺ ബോത്ത്, രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഓർക്കുക, കേക്ക് എന്തില്ല? കേക്ക് ഡയമെൻഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്തോളാം. അപ്പൊ T മീൻസ് T raised to 1, T raised to 1 ഈക്വൽ ടു കേക്ക് ഇല്ലല്ലോ. വാട്ട്സ് ഡയമെൻഷൻ ഓഫ് ലെങ്ത്? ലെങ്തിന്റെ ഡയമെൻഷൻ L raised to 1 ആണ്. പക്ഷെ ഇവിടെ A കിടപ്പുണ്ട്, അത് അതുപോലെ ഇട്ടേക്കണം. ഈ എല്ലിന്റെ പവർ മാത്രം, ഈ വരുന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ മാത്രം എഴുതുക, റൈസ് ടു A. ഓക്കെ. അതുപോലെ M ആകുമ്പോഴത്തേക്കോ M raised to 1 റൈസ് ടു B. അടുത്ത G ആകുമ്പോഴത്തേക്കോ L T raised to -2 ഹോൾ റൈസ് ടു C അല്ലേ, സോറി C. അപ്പൊ L raised to 1 L ന്റേത്, M raised to 1 M ന്റേത്, L T raised to -2 ആക്സിലറേഷൻ്റെത്, ഡയമെൻഷൻ ABC അതുപോലെ ഇട്ടേക്കുക, പവർ അതുപോലെ ABC മാറ്റാതെ ഇട്ടേക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് T raised to 1 ഈക്വൽ ടു, ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ L raised to 1 into A, M raised to 1 into B. ഇവിടെ രണ്ട് ടേം ഉണ്ട്. L T raised to -2 രണ്ട് ടേം ഉണ്ട്. L ഉണ്ട്, T raised to -2 ഉണ്ട്, ഹോൾ റൈസ് ടു C ആണ്. അപ്പൊ ഓരോ ടേമിന്റെയും പവർ എഴുതണം. L raised to C, T raised to -2C. അറിയാലോ, A raised to M, the whole raised to N is equal to A raised to M, the whole raised to N is equal to A raised to M into N ആണ്. A raised to M, whole raised to N is equal to A raised to M into N. ഇനി ഈ റൈറ്റ് സൈഡ് അറേഞ്ച് ചെയ്യുക. ആദ്യം M, രണ്ടാമത് L, മൂന്നാമത് T, ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ T raised to 1 ഈക്വൽ ടു M raised to B. ഓക്കെ. അടുത്ത രണ്ട് ലെങ്ത് ഉണ്ട്, A ഉണ്ട്, L raised to C ഉണ്ട്. A raised to M into A raised to M, A raised to M plus N. അപ്പൊ L raised to A plus C. അടുത്ത T raised to -2C. ഇടതുവശം ടൈം മാത്രമേ ഉള്ളൂ, മാസോ ലെങ്തോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? M raised to 0, L raised 0, T raised 1 കൊടുക്കുക. ക്ലിയർ ആവൂ? പറഞ്ഞ ക്ലിയർ ആയോ? ഇവിടെ T ടൈം മാത്രമേ ഉള്ളൂ, മാസോ ലെങ്തോ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? M raised 0, L raised 0 കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. എങ്കിലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഈ LHSന്റെയും RHSന്റെയും ഡയമെൻഷൻ ഈക്വൽ എന്നല്ലേ പറഞ്ഞേക്കുന്ന? ഇവ രണ്ടും ഈക്വൽ എന്നല്ലേ പറഞ്ഞേക്കുന്ന? അതിന്റെ അർത്ഥം എമ്മിന്റെ പവറും ഈ എമ്മിന്റെ പവറും തുല്യമാകണ്ടേ? അതായത് ഡയമെൻഷൻസ് തുല്യമാകണ്ടേ? ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ LHSന്റെയും RHSന്റെയും ഡയമെൻഷൻസ് തുല്യമാകണം. LHSന്റെയും RHSന്റെയും ഡയമെൻഷൻ തുല്യമാകണ്ടേ? അപ്പൊ എങ്ങനെയായിരുന്നു? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? Equating the powers അല്ലെങ്കിൽ dimensions. Equating the dimensions on
ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും LHSലും RHSലും എന്ത് ചെയ്യുക, ഡയമെൻഷൻസ് ഈക്വേറ്റ് ചെയ്യുക. ഈക്വേറ്റ് ഡയമെൻഷൻസ് കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതാം. m⁻0 m⁻b. അപ്പൊ b എന്തായിട്ട് മാറി? b ഈക്വൽ ടു 0 ആയിട്ട് മാറി. b ഈക്വൽ ടു 0. അടുത്ത എല്ലിന്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ a+c ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് a+c ഈക്വൽ ടു 0 എന്ന് കിട്ടി. a+c ഈക്വൽ ടു 0. അടുത്ത ടൈം ഇക്വേറ്റ് ചെയ്താൽ -2c 1 -2c ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പൊ 3 ഇക്വേഷൻ കിട്ടിയില്ലേ? ഈ 3 ഇക്വേഷൻ കിട്ടിയില്ലേ? ആ 3 ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക, എയും ബിയും സിയും കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്യണം, നിർദ്ധാരണം ചെയ്യണം, എയും ബിയും സിയും കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചേക്കുന്നത് ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കണം. ക്ലിയർ? അപ്പോ b ഈക്വൽ ടു 0 ഒരു ടേം ആയി, b 0 എന്ന് കിട്ടി. -2c is equal to 1 ആണെങ്കിൽ c is equal എത്ര? Therefore c is equal to -1/2 എന്ന് കിട്ടിയോ? അപ്പൊ c കിട്ടിയേ, b ആയി, c ആയി. ഇനി a പോരെ. അടുത്ത് നോക്കാം, a+c ഈക്വൽ ടു 0 അല്ലേ? a+c 0 ആണെങ്കിൽ a is equal to -c അല്ലേ? a+c 0 ആണെങ്കിൽ ഈ c അപ്പുറം പോകുമ്പോൾ, സമത്തിനപ്പുറം പോകുമ്പോൾ മൈനസ് ആയി. അപ്പൊ a is equal to -c എന്നായില്ലേ? a equal to -c. ഓക്കെ, ശരി. c യുടെ വാല്യൂ എത്ര? c യുടെ വാല്യൂ -1/2 ആണ്. അപ്പൊ a is equal to -1/2. മൈനസ് മൈനസ് പ്ലസ്. അപ്പൊ a is equal എത്ര? 1/2 എന്ന് കിട്ടി. അപ്പൊ എന്തൊക്കെയായി? a ആയി, b ആയി, c ആയില്ലേ? a ആയി, b ആയി, c ആയില്ലേ? ഇനി എന്ത് ചെയ്യാ? അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാ? ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ്, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓഫ് a, b, c in equation 1. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ടൈം t is equal to k into l raised to a എത്ര? 1/2. l raised to 1/2. അടുത്ത m raised to b എത്ര? 0. അപ്പൊ m raised to 0. g raised to c എത്ര? -1/2. അപ്പൊ g raised to -1/2. അപ്പൊ മനസ്സിലായോ? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പോ ഇറ്റ് മേ ഡിപ്പെൻഡ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്ത് ചെയ്തു? മാസിന് പവർ ഇല്ല. അപ്പൊ മാസിന് എന്ത് ചെയ്യുന്നില്ല? സിമ്പിൾ പെൻഡലത്തിന്റെ പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ക്ലിയർ ആയില്ലേ? അപ്പൊ ടൈം t അറേഞ്ച് ചെയ്താൽ k into l raised to half g raised to -half. ഓക്കെ ആണോ? l raised to half g raised to -half. ഈ g raised to -halfനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയാൽ g raised to half ആവൂലേ? മുകളിലത്തെ പവർ താഴെ പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. അപ്പൊ ഇതിനെ നമുക്ക് k into l raised to half by g raised to half എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? l raised to half by g raised to half. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് ഈക്വൽ ടു k into ഇനി നമുക്ക് l by g whole raised to half എന്ന് എഴുതി. രണ്ടിനും പവർ ഹാഫ് അല്ലേ? അപ്പൊ l by g the whole raised to half. ഒരു ക്വാണ്ടിറ്റിയുടെ റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അത് റൂട്ടാണ്. റൂട്ട് എ എന്ന് വെച്ചാൽ a raised to 1/2 ആണ്. റൂട്ട് എക്സ് എന്ന് വെച്ചാൽ x raised to 1/2 ആണ്. അപ്പൊ l by g raised to half എങ്ങനെ എഴുതാം? ടൈം പീരീഡ് t is equal to k into root of l by g. ഇതാണ് സിമ്പിൾ പെൻഡലത്തിന്റെ പീരീഡിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത്. തീർന്നു. ഇനി കേക്ക് ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. ഈ എക്സ്പെരിമെന്റിലെ കേക്ക് ഒരു വാല്യൂ ഉണ്ട്.
ആ വാല്യൂ 2π ആ. അത് നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ 2π എന്ന് കൊടുക്കാം, അറിഞ്ഞുകൂടെങ്കിൽ k എന്ന് കൊടുത്താൽ മതി. അപ്പോ ബട്ട് k is equal to 2π എന്ന് കൊടുത്താൽ, ബട്ട് k 2π എന്ന് കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t is equal to 2π root of L by G എന്ന് കിട്ടും. ടൈം പീരീഡ് t is equal to 2π root of L by G. ഇങ്ങനെ എന്തെങ്കിലും ക്ലിയർ ആയതെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇങ്ങനെ പീരീഡ് കണ്ടുപിടിക്കാൻ, ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മളെ റിലേഷൻസ് ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഡയമെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് നിങ്ങൾ ക്രമേണ എഴുതി നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തൊരു നെക്സ്റ്റ് ഒരു വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നു, എഴുതിക്കോ.